ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റോഷ്നീസ് വേൾഡ്. ഇന്ന് നവാബി സമായി എന്നുള്ള ഒരു ഡെസേർട്ടായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡെസേർട്ടാണ്. നമുക്ക് നോമ്പ് കാലത്തൊക്കെ ഒരു മധുരം കഴിക്കണം തോന്നുമ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഡെസേർട്ടാണ്. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിന് മുൻപ് ഞാൻ ഒരുപാട് പുഡിംഗ് റെസിപ്പീസൊക്കെ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ കൂട്ടുകാർക്കും ഫാമിലിക്ക് ലിങ്ക് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് തരാം. ആദ്യം തന്നെ ഒരു 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കപ്പിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു 1/4 കപ്പോളം പാല് ഒഴിച്ചു കൊടുക്കാം. 1/2 ലിറ്റർ പാലാണ് ഞാൻ എടുക്കുന്നത്, അതിൽ നിന്നൊരു 1/4 കപ്പ് കേട്ടോ. അപ്പോൾ ഇനി ഇത് കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടി കൂടെ ഇട്ട് കൊടുത്തിട്ട് കട്ടയില്ലാതെ ഇതൊന്ന് കലക്കി അങ്ങോട്ട് മാറ്റി വെക്കാം. അടുത്തത് ഞാൻ 200 ഗ്രാം സേമിയ എടുത്തിട്ടുണ്ട്. നല്ല തിന്നായിട്ടുള്ളൊരു സേമിയ ഉണ്ടല്ലോ, അത് തന്നെ എടുക്കാൻ നോക്കണേ. എന്നിട്ട് ഇത് നല്ല ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഞാൻ എടുത്തത് വറുത്തതാണ്. വറക്കാത്തതായാലും കുഴപ്പമൊന്നുമില്ല. നമുക്കിത് എന്തായാലും ഒന്ന് ബട്ടറിൽ കൂടെ ഒന്ന് സോട്ട് ചെയ്തെടുക്കേണ്ടതാണ്. അപ്പോൾ ഇത് കണ്ടോ, ഇതുപോലെ നല്ല ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഇതാ ഒരു 1/4 കപ്പോളം ഞാൻ പിസ്തയാണ് എടുത്തത്. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ നിലക്കടലയില്ല, അതെടുക്കാം, ബദം എടുക്കാം, ഒന്നുമില്ലെങ്കിൽ കാഷ്നട്ടും എടുക്കാം കേട്ടോ. ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കാം. ഒരു 1/4 കപ്പോളം വരും കേട്ടോ. ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ നിലക്കടലയോ ബദോ ഏതായാലും ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്ത് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഒരു 1/4 കപ്പോളം കാഷ്നട്ട് കൂടെ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്തിട്ട് ഒന്ന് പൊടിച്ചെടുത്ത് കൊണ്ടുവരട്ടെ. പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ചത് കൊണ്ട് തന്നെ ഒന്ന് കട്ട കെട്ടിയതുപോലെ ഉണ്ടാവും. അപ്പോൾ അതൊരു സ്പൂൺ വെച്ച് ഒന്നിങ്ങനെ ഒന്ന് പൊടിച്ചു കൊടുക്കുക. ഇതുപോലെ നല്ല പൗഡർ പരുവത്തിൽ തന്നെ പൊടിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. ഇത് 2 കാര്യങ്ങൾക്ക് വേണ്ടി ഇത്രയും പൊടിച്ചത് കേട്ടോ. അപ്പോൾ അത് ഞാൻ വഴിയെ പറഞ്ഞുതരാം, അതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി 1/2 ലിറ്റർ പാലാണ് എടുക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ കലക്കി മാറ്റി വെച്ച ബാക്കി പാല് സോസ് പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. മധുരത്തിന് ആവശ്യമായിട്ടുള്ള 3.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ മിൽക്ക് മെയ്ഡ് 1 ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മിൽക്ക് മെയ്ഡ് നിങ്ങൾ ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പഞ്ചസാരയുടെ അളവും കൂട്ടി കൊടുക്കണം, പാൽപ്പൊടിയുടെ അളവും കൂട്ടി കൊടുക്കണം. പിന്നെ മിൽക്ക് മെയ്ഡ് ചേർക്കുന്നില്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു 5 ടേബിൾ സ്പൂൺ ആ പഞ്ചസാര ഇട്ടെങ്കിൽ ഒരു 5-6 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക. അതുപോലെ പാൽപ്പൊടി നമ്മൾ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ കോൺഫ്ലോറിൽ, അപ്പോൾ അതിലോട്ട് 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്തെങ്കിൽ 6 ടേബിൾ സ്പൂണോളം, ഇതിലാണേ പറഞ്ഞത്, 6 ടേബിൾ സ്പൂണോളം പാൽപ്പൊടി ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. നിങ്ങൾ മിൽക്ക് മെയ്ഡ് ചേർക്കുന്നില്ലെങ്കിലുള്ള കാര്യം, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ചെയ്താൽ മതി. കൂടെ തന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഓരോരുത്തരുടെ ഫ്ലേവറിന് എങ്ങനെ ഇഷ്ടം അതിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. അതുപോലെ ഈ കോൺഫ്ലോർ നല്ല ആ റോ ടേസ്റ്റ് മാറിയതിന് ശേഷം ഇതിലോട്ട് നമ്മൾ പൊടിച്ച് മാറ്റി വെച്ച ഈ കാഷ്നട്ടും പഞ്ചസാരയും കൂടി പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് പകുതി ചേർത്ത് കൊടുക്കാം. പകുതി ഇനിയും ആവശ്യമുണ്ട് കേട്ടോ, ഞാൻ പറഞ്ഞു തരാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത്, ഞാൻ പറഞ്ഞല്ലോ 2 കാര്യത്തിന് വേണം. അതിൽ ആദ്യത്തെ കാര്യം ഇതാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. ഞാൻ പറഞ്ഞതുപോലെ കോൺഫ്ലോറിൻ്റെ റോ ടേസ്റ്റ് മാറിയതിന് ശേഷം വേണം ഇതിട്ടിട്ട് കുറുക്കിയെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ പിന്നെ പെട്ടെന്ന് അതങ്ങ് കുറുകി വല്ലാണ്ടങ്ങ് കുറുകിപ്പോവും. അങ്ങനെ ആവരുത്. നമുക്കൊരു ക്രീമി കൺസിസ്റ്റൻസിയിൽ വേണം ഇതായി കിട്ടാൻ. ഇത് കണ്ടോ, ഇപ്പോൾ ഈ ഒരു പരുവത്തിലാവുമ്പോൾ നമുക്കിത് അങ്ങോട്ട് മാറ്റി വെക്കാം. ഫ്ലെയിമിൽ തന്നെ വെക്കരുത്, മാറ്റി വെക്കാം. ഇനി ചെറിയ പീസ് ബട്ടറാണ് എടുത്തിട്ടുള്ളത്. അതൊരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മെൽട്ടാക്കി എടുത്തതിന് ശേഷം ഇതിലോട്ട് ഞാൻ കുറച്ച് ആൽമണ്ട് ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നീളത്തിലാണ് അരിഞ്ഞെടുത്തത്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പൊടിച്ചിട്ട് ഇഷ്ടമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ബദം ഇതുപോലൊരു ഗോൾഡൻ ബ്രൗൺ നിറാവുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് ഇങ്ങോട്ട് കോരി മാറ്റാം. അതേ പാനിൽ തന്നെ ഇട്ട് വെക്കാതെ മാറ്റി വെക്കണം. അതുപോലെ എൻ്റേത് സേമിയ റോസ്റ്റഡ് സേമിയായിരുന്നു ഞാൻ എടുത്തത്. അപ്പോൾ നിങ്ങൾ സാധാരണ എടുത്താലും കുഴപ്പമില്ലെന്ന് പറഞ്ഞത് ഇതുകൊണ്ടാണ്. എന്തായാലും ഈ ബട്ടറിൽ ഇട്ടിട്ട് ഒന്നുകൂടെ നമ്മളൊന്ന് സോട്ട് ചെയ്തെടുക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. സാധാരണ എടുത്താലും കുഴപ്പമില്ലെന്ന് കേട്ടോ. സേമിയ എടുക്കുമ്പോൾ വറുത്തത് എടുത്തെങ്കിൽ ജസ്റ്റ് ഒന്ന് വറുത്തെടുത്താൽ മതി. അല്ലെങ്കിൽ പിന്നെ നന്നായിട്ട് തന്നെ അത് വറുത്തെടുക്കാൻ ശ്രദ്ധിക്കണേ. ഇനി നമ്മൾ ബാക്കി വെച്ച കാഷ്യൂവും ആ പഞ്ചസാരയും കൂടി പൊടിച്ച് വെച്ചതുണ്ടല്ലോ, അത് മുഴുവനായിട്ട് ഇതിലേക്ക് അങ്ങ് തട്ടിക്കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇനി സേമിയയുടെ കൂടെ ഒരു 3 ടേബിൾ സ്പൂണോളം പാലൊഴിച്ചു കൊടുക്കാം. പാൽ കൂടി പോവരുതേ. നമ്മൾ ഉപ്പുമാവിനും അല്ലെങ്കിൽ പായസമൊക്കെ ഉണ്ടാക്കുന്ന പോലെ വേവിച്ചെടുക്കുന്നതല്ല. ജസ്റ്റ് ഒന്ന് അതൊന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട്, അതൊരു ക്രിസ്പിനെസ് ഉണ്ടാവണം കേട്ടോ ഈ സേമിയക്ക്. അതാണ് ഈ ഡെസേർട്ടിൻ്റെ പ്രത്യേകത. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ 1 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡിന് പകരമായിട്ട് വേണമെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും 1.5 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ ഇതിങ്ങനെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ ചൂടോട് കൂടിയിട്ട് നമ്മൾ ഏത് ട്രേലാണോ സെറ്റ് ചെയ്യുന്നത് അതിലോട്ട് ഇതിൻ്റെ ഹാഫ് ഭാഗം മാത്രം ഇട്ട് കൊടുക്കുക. ഇനി ബാക്കി വന്ന സേമിയ ഇതേ പാനിൽ തന്നെ വെച്ചിരിക്കരുത്, അതിങ്ങനെ മുരിഞ്ഞ പോലെ ഇപ്പോൾ അതിൻ്റെ ചൂട് തട്ടിയിട്ട്. അപ്പോൾ നമുക്കതൊരു വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം.
എന്നിട്ട് ഈ ഒന്നിച്ച് കൂട്ടിയിടാതെ ഇതുപോലെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് വെക്കുക. സേമിയ ആയതുകൊണ്ട് തന്നെ ആ മധുരമൊക്കെ ചേരുമ്പോൾ ഒന്നുകൂടെ ഒന്ന് സ്റ്റിക്കാൻ വഴിയുണ്ട്. അപ്പോൾ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ട് അതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമ്മൾ ഫസ്റ്റ് ലെയറിന് വെച്ചതുണ്ടല്ലോ, അത് നന്നായിട്ട് ഇതിൽ പ്രസ് ചെയ്തിട്ട് വേണം വെക്കാൻ. നമുക്ക് ഇതിൻ്റെ മുകളിൽ നമ്മൾ ഉണ്ടാക്കി വെച്ച ക്രീം സെറ്റ് ചെയ്തെടുക്കാനുള്ള. അപ്പോൾ അതിന് മുൻപായിട്ട് ഇതുപോലെ ഒരു ഗ്ലാസ്സോ അല്ലെങ്കിൽ ഇതുപോലെ ചെറിയതെങ്കിലും ഒരു പാത്രം എടുത്തിട്ട് അത് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് പ്രസ് ചെയ്യേണ്ട എളുപ്പത്തിന് വേണ്ടി എടുത്തതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അതില്ലാതെ എങ്ങനെയെങ്കിലും പ്രസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്തെടുത്തോളൂ കേട്ടോ. ഇപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് സ്റ്റിക്കായി വന്നല്ലോ. ഇനി ഇതിൻ്റെ മുകളിലോട്ട് വേണം നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ ക്രീം ഉണ്ടല്ലോ, ആ മിൽക്കിൻ്റെത്, അത് നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇത് കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ബാക്കി വെക്കേണ്ട ആവശ്യമില്ലല്ലോ, സെൻറ്ററിൽ ലെയറാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് കംപ്ലീറ്റ് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഈ ആൽമണ്ട് ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. ഞാൻ മുഴുവനും ഈ ലെയറിൽ തന്നെയാണ് ഈ ആൽമണ്ട് ഇട്ട് കൊടുക്കുന്നത്, അത് ബാക്കി വെക്കുന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ പിസ്ത പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല, അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് അതും കൂടെ ഈ സമയത്ത് ഇതിലേക്ക് അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അത് കംപ്ലീറ്റ് ഇടരുത്, അതിൽ നിന്ന് ബാക്കി വെക്കണം. അത് നമുക്ക് ഏറ്റവും മുകളിലത്തെ ഭാഗത്ത് ഇടാനുള്ളതാണ്. ഇനി നമുക്ക് അടുത്ത ലെയറിൽ ബാക്കി വെച്ച സേമിയ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് വേണം സെറ്റ് ചെയ്തെടുക്കാം. അപ്പം നമുക്ക് അതിലെന്തെങ്കിലും ഒരു കട്ട പോലെ തോന്നുകയാണെങ്കിൽ നന്നായിട്ട് കൈ വെച്ചിട്ട് ഒന്നിങ്ങനെ അതൊന്ന് സെപ്പറേറ്റ് ചെയ്ത് ശേഷം വേണം സെറ്റ് ചെയ്തെടുക്കാൻ. അല്ലെങ്കിൽ പിന്നെ അവിടെ ഇവിടെയായിട്ട് നിൽക്കും കേട്ടോ, കംപ്ലീറ്റ് പെർഫെക്ഷൻ കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് ഇതാ കംപ്ലീറ്റ് വെച്ച് കൊടുത്തിട്ട് വീണ്ടും ഞാൻ ആ പാത്രം തന്നെ വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കട്ടെ. വല്ലാണ്ട് അങ്ങ് പ്രസ് ചെയ്യരുത്, അന്നേരം ആ ക്രീം മുകളിലേക്ക് വന്നിട്ട് ആകെ വൃത്തികേടാവും. അപ്പോൾ അതിന് ശേഷം എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ച ബാക്കി വെച്ച പിസ്ത ഉണ്ടല്ലോ, സെക്കൻഡ് ലെയറിൽ കുറച്ച് ഇട്ട് കൊടുത്തിട്ട് ബാക്കി ഉണ്ടായിരുന്നല്ലോ, അതിൽ കൂടുതലും വെക്കണം കേട്ടോ. അപ്പോഴാണ് ഭംഗി മുകളിൽ കാണുമ്പോൾ. അപ്പോൾ ഇത് നിങ്ങളെ ഇഷ്ടം പോലെ എങ്ങനെയാണോ, നിങ്ങൾക്ക് കംപ്ലീറ്റ് ഇട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ കംപ്ലീറ്റ് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ സൈഡ് വശത്തും അതിൻ്റെ സെൻറ്റർ ഭാഗത്തും മാത്രമാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് കവർ ചെയ്തിട്ട് വേണം ഫ്രിഡ്ജിൻ്റെ താഴത്തെ ഭാഗത്ത് വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം. മാക്സിമം ഒരു ഓവർനൈറ്റ് എങ്കിലും വെക്കുന്നതാണ് ഇതൊന്ന് സെറ്റായി കിട്ടാൻ നല്ലത് കേട്ടോ. ഞാനിപ്പോൾ ഇത് ഓവർനൈറ്റ് ആയിരുന്നേ വെച്ചിട്ടുണ്ടായിരുന്നത്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇത് കണ്ടോ, നന്നായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഞാനതാ പറഞ്ഞത്, കഴിയുമെങ്കിൽ ഒരു ഓവർനൈറ്റ് എങ്കിലും വെക്കാൻ, അപ്പോഴാണ് ഇത് നല്ല സെറ്റായി വരാൻ കേട്ടോ. പിന്നെ സേമിയ ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് സെറ്റായി കിട്ടും. ഇനി കുറച്ച് സമയം ഒന്ന് പുറത്ത് വെക്കുമ്പോൾ തന്നെ ഒന്ന് ലൂസായി വരും കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഞാൻ അതിൽ നിന്ന് എടുത്തപ്പോൾ നല്ലൊരു ക്രീമി, അതിൻ്റെ കൂടെ തന്നെ ഈ ക്രിസ്പി ആയിട്ടുള്ള സേമിയയും കൂടെ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണെന്ന് വെറുതെ പറയല്ല. നിങ്ങൾ ഇതൊരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കാം. മോനൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, നല്ല അഭിപ്രായം എന്ന് പറഞ്ഞത്. നോമ്പിനൊക്കെ നമ്മൾ കസ്റ്റർഡ് കൊണ്ടൊരു മധുരം കഴിക്കണം എന്ന് വിചാരിക്കുമ്പോൾ ക്രീമൊക്കെ ഉണ്ടാക്കുമല്ലോ, അപ്പോൾ അതിന് പകരമായിട്ടൊക്കെ ഇതുണ്ടാക്കിയാൽ കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടമാവും കേട്ടോ. നിങ്ങളൊരു ഓവർനൈറ്റൊക്കെ വെച്ചാൽ നമുക്ക് പണിയും എളുപ്പമാവും, ഉണ്ടാക്കാനും നല്ലതാണ്, കഴിക്കാനും നല്ല ടേസ്റ്റ് അല്ലേ. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്തൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ കൂട്ടുകാർക്കും ഫാമിലിക്കും ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയ വീഡിയോയിൽ കാണുമ്പോഴേക്കും താങ്ക് യു.